ഹായ് വിവേഴ്സ്, വെൽക്കം ബാക്ക് അർച്ചന വേൾഡ്. ഇത് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് ഫീലിംഗ് നെക്സ്റ്റ് ആക്ഷൻ എന്താണെന്ന് നോക്കാനാണ്. ഇവിടെ നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് ഡിവൈൻ നിങ്ങൾക്ക് എന്തോ ഒരു പവർ തരുന്നുണ്ട്, നിങ്ങളുടെ ഇഷ്ടദൈവം നിങ്ങൾക്ക് എന്തോ ഒരു പവർ തരുന്നുണ്ട് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ നിങ്ങളുടെ ഇഷ്ടദൈവം നിങ്ങളുടെ ആഗ്രഹം പൂർണ്ണമാക്കുവാൻ വേണ്ടി നിങ്ങളുടെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെ ഇടയിൽ കുറേ നെഗറ്റീവായിട്ടുള്ള എനർജീസ് ഉണ്ട്. നിങ്ങളുടെ ആഗ്രഹം പൂർണ്ണമാക്കാതിരിക്കുവാൻ വേണ്ടി അവർ ഓരോ ഒബ്സ്റ്റിക്കിൾസ് ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ നിങ്ങളുടെ പേഴ്സൺ എന്തായാലും ഈ ഒരു നെഗറ്റിവിറ്റിയിൽ നിന്ന് പുറത്തു വരുന്നതാണ്. കാരണം നിങ്ങളുടെ ഇഷ്ടദൈവത്തിൻ്റെ സപ്പോർട്ട് അവർക്കുമുണ്ട്. അപ്പോൾ അവർ ഉറപ്പായിട്ടും ഈ ഒരു നെഗറ്റീവ് എനർജിയിൽ നിന്ന് പുറത്തു വരുന്നതാണ്. ഇവിടെ നിങ്ങളുടെ പേഴ്സൺ ഒരു ഡിസിഷൻ എടുത്തു കഴിഞ്ഞു ഈ ഒരു നെഗറ്റിവിറ്റിയിൽ നിന്ന് എങ്ങനെ പുറത്തു വരണമെന്നുള്ള. കൂടാതെ ഇവർ ഇമോഷൻസ് നിങ്ങളിൽ നിന്ന് ഹൈഡാക്കി വയ്ക്കുന്നുണ്ട് എങ്കിൽ ഉറപ്പായിട്ടും ഇനി ഇമോഷൻസ് ഇവർ നിങ്ങളുടെ മുന്നിൽ കാണിക്കുന്നതാണ്. ഇവിടെ നിങ്ങളുടെ പേഴ്സൺ മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നതും അവരുടെ ആഗ്രഹവും എന്ത് സിറ്റുവേഷനിലാണോ ഇവർ സ്റ്റക്കായിട്ടിരിക്കുന്നത് ആ സിറ്റുവേഷന് എത്രയും പെട്ടെന്ന് ഈസി ആയിട്ട് പുറത്തു വരണമെന്നാണ്. ഇവിടെ നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി നോക്കുമ്പോൾ പുറത്ത് വരുന്ന ആ ഒരു എനർജിയാണ് കാണാൻ സാധിക്കുന്നത്. ഏത് സിറ്റുവേഷനിലാണോ ഇവർ സ്റ്റക്കായിട്ടുള്ളത് ആ സിറ്റുവേഷന് പുറത്ത് വരുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ മൂവ്മെൻറ്റിൻ്റെ ആ ഒരു എനർജിയാണ് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ കുറേ ആൾക്കാർക്ക് മെസ്സേജ് കോൾസ് റിസീവ് ആകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ അടുത്തേക്ക് വരുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. കാരണം ഇവിടെ വൈബ്രേഷനാണ് കാണാൻ സാധിക്കുന്നത്, മൂവ്മെൻ്റാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ ഇവർ സ്വയം മാനിഫെസ്റ്റേഷൻ ചെയ്യുകയാണ്, നിങ്ങൾ കൂടെ ഒരു കമ്മിറ്റ്മെൻറ്റ് ഉണ്ടാകണം, നിങ്ങളുടെ കൂടെ മുന്നോട്ട് പോകണമെന്ന്. കൂടാതെ നിങ്ങൾക്ക് വേണ്ടി സ്റ്റാൻഡ് എടുക്കണമെന്നും ഇവർ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു എനർജിയിലാണുള്ളത്. അപ്പോൾ ആർക്കൊക്കെയാണോ മെസ്സേജ് വരാത്തത് അവർക്കൊക്കെ മെസ്സേജ് റിസീവ് ആകാനുള്ള ആ ഒരു പ്രതീക്ഷ നിങ്ങൾക്കുണ്ട് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ ഇവർ ക്വിക്ക് ഡിസിഷനാണ് എടുക്കാൻ പോകുന്നത്. അതായത് ഏത് സിറ്റുവേഷനിൽ നിന്നാണോ പുറത്തു വരുവാനുള്ള ആ ഒരു ഡിസിഷൻ ഇവർ ക്വിക്കായിട്ട് എടുക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. കാരണം സഡൻ റിയാക്ഷനാണ് ഇവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത്. ക്വിക്കായിട്ട് ഇവർ എന്തായാലും ആക്ഷൻ എടുക്കും. അതായത് നിങ്ങൾ എക്സ്പെക്റ്റ് പോലും ചെയ്തിട്ടുണ്ടാവത്തില്ല ഇവരുടെ ആക്ഷൻ. സഡൻ ആയിട്ടായിരിക്കും നിങ്ങൾക്ക് നേരെ ആക്ഷൻ എടുക്കുന്നത് ഇവർ. ഇവിടെ നിങ്ങളുടെ പേഴ്സൺ വളരെയധികം ഹോപ്പ്ഫുള്ളായിട്ടാണ് ഇരിക്കുന്നത്. കാരണം ഇവർ ഒരു പുതിയ തുടക്കം നിങ്ങളുടെ കൂടെ കുറിക്കുവാനാണ് ആഗ്രഹിക്കുന്നത്. ഒരു ഹോപ്പുള്ളത് ഇങ്ങനെയാണ്, ഇവർക്ക് എപ്പോഴും വേണമെങ്കിലും ഇവർ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നടത്തിയെടുക്കുവാൻ സാധിക്കുമെന്നുള്ള ഹോപ്പുള്ളുണ്ട് ഇവർക്ക്. ഇവിടെ പുതിയ തുടക്കം നിങ്ങളുമായിട്ട് ഉണ്ടാകുന്നതാണ്, അത് ഉറപ്പാണ്. ഇവിടെ സക്സസ് നിങ്ങൾക്ക് കിട്ടുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു. നിങ്ങളപ്പോൾ പ്രതീക്ഷയോടെ കാത്തിരിക്കുക. അപ്പോൾ ഇതാണ് നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് എനർജി. ഇനി നമുക്ക് ഇമ്മീഡിയറ്റ് ആക്ഷൻ എന്താണെന്ന് നോക്കാം ഇവരുടെ. ഇവിടെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്ക് വേണ്ടി വളരെയധികം റൊമാൻറ്റിക് ആകുന്നു എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അതായത് ഇവരുടെ ഉള്ളിൽ തന്നെ അങ്ങനെ ഒരു ക്രേവിങ് ഉണ്ടാവുകയാണ്, എനിക്ക് ഇവരെ തന്നെ മാരേജ് ചെയ്യണം, അങ്ങനെ ഒരു ക്രേവിങ് ഉണ്ടാവുകയാണ്. അപ്പോൾ ഇവർ എന്തായാലും ഇവരുടെ പ്രസൻറ്റ് സിറ്റുവേഷനെ പൂർണ്ണമായും ട്രാൻസ്ഫോം ചെയ്യുന്നതാണ്. ഇവരുടെ ഇൻറ്റ്യൂഷൻ എന്താണോ പറയുന്നത് അതനുസരിച്ച് ഇവിടെ ഏത് തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആയാലും അവരെ റിലീസ് ചെയ്തിട്ട് നിങ്ങളുടെ കൂടെ യൂണിയനിൽ വരുമെന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ പേഴ്സൺ. ഇവിടെ ഇവർ ഈ ഒരു റിലേഷൻഷിപ്പിന് വേണ്ടി സ്റ്റാൻഡ് എടുക്കുമെന്നാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ബ്ലോക്കേജസ് ഉണ്ട് എങ്കിൽ അത് നിങ്ങൾക്ക് ബാഡ്ലി ഈ ഒരു റിലേഷൻഷിപ്പിൽ എഫക്റ്റ് ചെയ്യുന്നതാണ്. റൂട്ട്, സൈക്രൽ, സോളാർ, പിന്നെ ഹാർട്ട് ചക്ര, ഈ 4 ചക്രാസ് എപ്പോഴും ബാലൻസിലായിരിക്കണം. ബ്ലോക്കേജസ് ഒന്നും ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ നിങ്ങൾ എപ്പോഴും മെഡിറ്റേഷൻ ചെയ്യുക ഈ ഒരു 4 ചക്രാസിനുള്ള. അതായത് ഇങ്ങനെ ബ്ലോക്കേജസ് ഉണ്ടെങ്കിൽ നിങ്ങളുടെ മാരേജ് ലൈഫ് ആദ്യം കല്യാണം കഴിക്കുമ്പോൾ 2 വർഷം നല്ലതായിട്ട് പോകും, പിന്നെ വഴക്കുണ്ടാവും, പിന്നെ ഡിവോഴ്സ് ആകും. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഈ 4 ചക്രാസ് നിങ്ങൾ എപ്പോഴും ബാലൻസിലാക്കി വെക്കണം. ഇല്ലെങ്കിൽ നിങ്ങളുടെ മാരേജ് ലൈഫിലും ലവ് റിലേഷൻഷിപ്പിലും ഭയങ്കരമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതാണ്. കാരണം ബ്ലോക്കേജസ് ഉണ്ടെങ്കിൽ പ്രശ്നങ്ങൾ ഉറപ്പായിട്ടും ഉണ്ടാകുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ പേഴ്സൻ്റെ ലൈഫിൽ വലിയൊരു ട്രാൻസ്ഫർമേഷൻ ഉണ്ടാകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഈ ഒരു ട്രാൻസ്ഫർമേഷൻ എല്ലാവരുടെയും ഫേവറിലാണ് ഉള്ളത് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അതായത് ഇവർ കാത്തിരുന്ന് മടുത്തു, ഇനി ഇവർ ഒരു ആക്ഷൻ എടുക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ഇവിടെ ജഡ്ജ്മെൻറ്റിൻ്റെ ആ ഒരു എനർജിയാണ് കാണാൻ സാധിക്കുന്നത്. ചിലപ്പോൾ ഇവർക്കൊരു ഹാർഷ് ഡിസിഷൻ എടുക്കേണ്ടി വരും, എന്നാലും കുഴപ്പമില്ല, ഇവർ അങ്ങനെ ചെയ്യുന്നതാണ്. കാരണം ഇവർക്ക് എങ്ങനെയായാലും ഒരു റീയൂണിയൻ നിങ്ങളുമായിട്ട് ഉണ്ടാകണം. ഇവർ ഇവരുടെ ഇൻറ്റ്യൂഷൻ എന്താണോ പറയുന്നത് അതനുസരിച്ച് ഒരു ഡിസിഷൻ എടുക്കുന്നതാണ്. അപ്പോൾ ഇവരുടെ ഇൻറ്റ്യൂഷൻ പറയാണ് നിങ്ങളെ ചൂസ് ചെയ്യണമെങ്കിൽ അത് തന്നെ ഇവർ ചെയ്യുന്നതാണ്. അപ്പോൾ ഇത് വളരെ പോസിറ്റീവായിട്ടുള്ളൊരു എനർജിയാണ്.
കാരണം നിങ്ങൾ ഇവർക്ക് വേണ്ടി ഒത്തിരി കാത്തിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ പേഴ്സൺ ആക്ഷൻ എടുക്കുന്നതാണ്. ഇവിടെ നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സിറ്റുവേഷനിൽ നിന്ന് പുറത്ത് വരുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അതായത് നിങ്ങളുടെ പേഴ്സണെയും നിങ്ങളെ ഒന്നാവാതിരിക്കുവാൻ വേണ്ടി ഓരോരുത്തരും ഓരോന്ന് പറയും. കുട്ടി കൊള്ളത്തില്ല, അവർക്ക് മോശമായിട്ടുള്ള ഹാബിറ്റ്സ് ഉണ്ട്, അല്ലെങ്കിൽ ആ പയ്യൻ കൊള്ളത്തില്ല, അവർക്ക് മോശമായിട്ടുള്ള ഹാബിറ്റ്സ് ഉണ്ട്, അങ്ങനെ ഓരോന്ന് ക്രിയേറ്റ് ചെയ്യും ആ നെഗറ്റീവ് എനർജീസ് ആയിട്ടുള്ള ആൾക്കാർ നിങ്ങളെ തമ്മിൽ ഒന്നാവാതിരിപ്പിക്കുവാൻ വേണ്ടി. ഇനി അവർ പറയുന്നതൊന്നും കേൾക്കത്തില്ല. ഇവർ നിങ്ങൾക്ക് വേണ്ടി ഒരു ആക്ഷൻ എടുക്കുന്നതാണ്. ഇവിടെ സെലിബ്രേഷൻ പറയുന്നത് ഇതാണ്. അതായത് ഒരു മാഗ്നറ്റിക് ആയിട്ടുള്ള ഒരു അട്രാക്ഷൻ നിങ്ങളുടെ പേഴ്സണ് നിങ്ങളോട് ഉണ്ടാകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അല്ല, എനിക്ക് എൻ്റെ പേഴ്സണെ ചൂസ് ചെയ്യണം, എനിക്ക് എൻ്റെ പേഴ്സണ് വേണ്ടി ആക്ഷൻ എടുക്കണം, അങ്ങനെ ഒരു മാഗ്നറ്റിക് ആയിട്ടുള്ള അട്രാക്ഷൻ നിങ്ങളുടെ പേഴ്സണ് നിങ്ങളോട് തോന്നുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അതായത് ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾ നഷ്ടപ്പെട്ടു പോകുമോ എന്നുള്ള പേടി ഇവർക്കുണ്ടായാൽ മാത്രമേ ഇവർ നിങ്ങൾക്ക് വേണ്ടി ഒരു ആക്ഷൻ എടുക്കത്തുള്ളൂ. അപ്പോഴാണ് ഈ ഒരു റിലേഷൻഷിപ്പ് വിജയിക്കുന്നത്. അല്ല, നിങ്ങൾ നഷ്ടപ്പെട്ടാൽ ഇവർക്ക് കുഴപ്പമില്ല എന്നുള്ള ചിന്താഗതിയാണ് എങ്കിൽ ആ ബന്ധം മുന്നോട്ട് പോകത്തില്ല. നിങ്ങളെ വിട്ടുകളയും എന്നുള്ള പേടി, നിങ്ങൾ അവരുടെ ലൈഫിൽ നിന്ന് പോകുമെന്നുള്ള പേടി ഉണ്ടെങ്കിൽ മാത്രമേ ഇവർ നിങ്ങൾക്ക് വേണ്ടി ആക്ഷൻ എടുക്കുകയുള്ളൂ. ഇവിടെ നിങ്ങൾ ഇവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്യണം 6 മാസമായിട്ട്. നിങ്ങൾ ഇവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുമ്പോൾ അവർ വിചാരിക്കുന്നത് നിങ്ങൾ നഷ്ടപ്പെട്ടു പോയാലും കുഴപ്പമില്ല എങ്കിൽ അതൊരു പ്രോപ്പറായിട്ടുള്ള റിലേഷൻഷിപ്പ് ആയിരിക്കത്തില്ല. രണ്ടുപേർക്ക് പരസ്പരം നഷ്ടപ്പെട്ടു പോകുമോ എന്നുള്ള പേടി, അങ്ങനെ ഒരു സ്വന്തമാക്കണം എന്നുള്ള ആ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ മാത്രമേ ആ ഒരു റിലേഷൻഷിപ്പിൽ സക്സസ് ഉണ്ടാവുകയുള്ളൂ. ഇവിടെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾ എന്ത് ചെയ്യുന്നു, നിങ്ങൾ ഏതവസ്ഥയിലാണ് ഉള്ളത് എന്ന് ഒന്നും തന്നെ അവർ ചിന്തിക്കുന്നില്ല, അത് അറിയുവാൻ ശ്രമിക്കുന്നില്ല എങ്കിൽ നിങ്ങൾ ഒരു കാര്യം എപ്പോഴും ചെയ്യുക. അതായത് നിങ്ങളുടെ പേഴ്സൻ്റെ മനസ്സിൽ നിങ്ങളോട് എന്ത് ആണ് ഉള്ളത് എന്ന് അറിയുവാൻ ശ്രമിക്കുക. നിങ്ങൾ പ്രോപ്പറായിട്ട് ക്ലാരിറ്റി മേടിക്കുക. അതായത് ഇവർക്ക് നിങ്ങളോടുള്ള ആ ഒരു സ്നേഹം അത് സത്യസന്ധമായിട്ടുള്ളതാണോ അല്ലയോ എന്ന് നിങ്ങൾ അറിയുവാൻ ശ്രമിക്കുക. കാരണം അങ്ങനെയുള്ള സിറ്റുവേഷനിൽ ഒരാൾ മാത്രം സ്നേഹിച്ചുകൊണ്ടിരുന്നിട്ട് മറ്റേയാൾ നിങ്ങൾക്ക് വേണ്ടി ഒരു ആക്ഷനും എടുക്കുന്നില്ല, നിങ്ങളെ എന്ത് ചെയ്യുന്നു, നിങ്ങൾ ഏതവസ്ഥയിലാണ് ഒന്നും തന്നെ ചിന്തിക്കുന്നില്ല എങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ക്ലാരിറ്റി വാങ്ങിക്കേണ്ടതാണ് നിങ്ങളുടെ പേഴ്സൻ്റെ കയ്യിൽ നിന്ന്. കാരണം അവർക്ക് നിങ്ങളോട് സ്നേഹമുണ്ട് എങ്കിൽ നിങ്ങളെ സ്വന്തമാക്കുവാനുള്ള തീവ്രമായ ആഗ്രഹം അവർക്കുണ്ടാകും. കൂടുതൽ ആൾക്കാരുടെയും പേഴ്സൻ്റെ ആ ഒരു എനർജിയിൽ പോസിറ്റീവായിട്ടുള്ള ഷിഫ്റ്റാണ് ഉണ്ടായിരിക്കുന്നത്. കാരണം അവർക്ക് പേടിയുണ്ട് നിങ്ങൾ നഷ്ടപ്പെട്ടു പോകുമോ എന്നുള്ള, അതിനു വേണ്ടിയാണ് അവർ ആക്ഷൻ എടുക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി എങ്ങനെയാണെന്ന് നിങ്ങൾ ചെക്ക് ചെയ്യുക. അവർക്ക് നിങ്ങൾ നഷ്ടപ്പെട്ടു പോകുമോ എന്നുള്ള പേടിയുണ്ട് എങ്കിൽ അവർ ഉറപ്പായിട്ടും നിങ്ങൾക്ക് വേണ്ടി ആക്ഷൻ എടുക്കുന്നതാണ്. അപ്പോൾ ഇവിടെ 5 നമ്പറാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു എനർജി മാക്സിമം 23 അവേഴ്സും മിനിമം 50 അവേഴ്സുമാണ്. അതിനുള്ളിൽ നിങ്ങൾക്ക് റെസൊനേറ്റ് ആകുന്നതാണ്. ഇനി ഏഞ്ചൽ ഗൈഡൻസ് എന്താണെന്ന് നോക്കാം നമുക്ക്. നിങ്ങളെപ്പോഴും പവർഫുള്ളായിട്ടിരിക്കുക. നിങ്ങളുടെ ഉള്ളിൽ ഒത്തിരി പവറുണ്ട്. നിങ്ങളെ ഏഞ്ചൽസ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കുറേ ആൾക്കാർ ട്രാൻസ്ഫർമേഷനിൽ കൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ ലൈഫിൽ ഒത്തിരി അപ്സ് ആൻഡ് ഡൗൺസ് നിങ്ങൾ ഫേസ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ നിങ്ങളെ തന്നെ എപ്പോഴും ബാലൻസിലാക്കുവാൻ ശ്രമിക്കുക. കൂടാതെ നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ എന്താണോ പറയുന്നത് കേൾക്കുക. ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ നിങ്ങൾ ഒരിക്കലും നെഗറ്റീവായിട്ടുള്ള ഇമാജിനേഷൻ ചെയ്യരുത്, പോസിറ്റീവായിട്ടുള്ള ഇമാജിനേഷൻ ചെയ്യുക. നിങ്ങൾ എന്താണോ ക്രിയേറ്റ് ചെയ്യുവാൻ ആഗ്രഹിക്കുന്നത് അത് മാത്രം ഇമാജിൻ ചെയ്യുക. വരാൻ പോകുന്ന സമയം നിങ്ങളുടെ ലൈഫിൽ ഒത്തിരി സ്റ്റെബിലിറ്റി വരാൻ പോകുന്നു എന്നാണ് ഏഞ്ചൽസ് പറയുന്നത്. നിങ്ങളപ്പോൾ ഹോപ്പ്ഫുള്ളായിട്ടിരിക്കുക. നിങ്ങൾ സ്റ്റെബിലിറ്റി മാനിഫെസ്റ്റേഷൻ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ ഇൻഡക്ഷൻ സെറ്റ് ചെയ്തിട്ട് നിങ്ങൾ അഫർമേഷൻസ് പറയുക, പോസിറ്റീവായിട്ടുള്ള അഫർമേഷൻസ് പറയുക. അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിംഗ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഗൈഡൻസ് കിട്ടിക്കാണുമെന്ന് വിചാരിക്കുന്ന എൻ്റെ റീഡിങ്ങിലൂടെ ഇനിയൊരു പുതിയ റീഡിങ്ങുമായി വരുന്നതുവരെ എല്ലാവർക്കും ബൈ. ഓം നമഃ ശിവായ.